നമ്മോടൊപ്പം ചേർന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കലാഭവൻ മണിയുടെ പെങ്ങളുടെ മകൻ ചേച്ചിയുടെ മകൻ അവിടെ ഉണ്ട് പാടിയിൽ നിന്ന് സജിത്ത്. ഗുഡ് മോർണിംഗ് സജിത്ത്. എന്റെ സുഹൃത്തുക്കളുടെ കേട്ടോ. ഞാൻ സജിത്തിന് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് മണിമാമൻ മണിമാമൻ എന്നാണ്, വേറെ ഒന്നുകൊണ്ടല്ല. കലാഭവൻ മണി സജിത്തിന്റെ മാമനായതുകൊണ്ട് ഞങ്ങളറിയാതെ സജിത്തിനെ വിളിക്കുന്ന പേരാണ് മണിമാമൻ. അപ്പോ സജിത്ത് ഗുഡ് മോർണിംഗ്. സജിത്ത്, ഇന്നൊരു ഓർമ്മയുടെ ദിവസമാണെന്നറിയാം. എത്രത്തോളം എങ്ങനെയാണ് ഓർത്തെടുക്കുക? മിസ് ചെയ്യുന്നില്ലേ വല്ലാതെ നിങ്ങൾക്ക് ആ മാമനെ? ഇനി ഒപ്പം കൂടെ ആരൊക്കെ ഉണ്ട് എന്നുകൂടി ഒന്ന് പറയണം കേട്ടോ, അവരൊന്ന് പരിചയപ്പെടുത്തും വേണം. കേൾക്കുന്നു. ഹലോ സജിത്ത്, ഞാൻ ചോദിച്ചത് കേട്ടോ? സജിത്ത് പറഞ്ഞോ, സജിത്തിന്റെ കൂടെ ആരൊക്കെയുണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് മാമന്റെ ഒരു വിയോഗം എങ്ങനെ ഓർത്തെടുക്കുന്നത്? മിസ് ചെയ്യുന്നില്ല? ഒന്നും പറയാമോ? ഒന്നും കൂടി പറയാമോ? എൽദപ്പ ഒന്നും കൂടി പറയാമോ? ഒന്നും ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി പറയാമോ? സജിത്തെ, ഇപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് തോന്നുന്നു. സജിത്തിന് എന്തോ കേൾക്കാനുള്ള ഒരു പ്രശ്നം തോന്നി അല്ലേ? കുഴപ്പമില്ല. സജിത്ത് പാടിയിലല്ലേ ഉള്ളത്? കൂടിക്ക് ആരൊക്കെ ഉള്ളതെന്ന് പരിചയപ്പെടുത്താം. മാമന്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? സജിത്ത് പറഞ്ഞോ. തീർച്ചയായിട്ടും എൽദപ്പ, എന്താ പറയാന്നറിയില്ല. ഇന്ന് മാർച്ച് 6, നമുക്കൊരു 8 വർഷം മുമ്പ് ഭയങ്കര ഒരു നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രശ്നമുള്ള ദിവസം തന്നെയായിരുന്നു അത്. ഇപ്പോൾ 8 വർഷം ആകുന്നു. മാർച്ച് 6-ാം തീയതി. എൽദപ്പ, സത്യത്തിൽ ആരുമില്ല കൂടെ. കാരണം നമ്മളിവിടെ ഒരു വലിയൊരു അനുസ്മരണ ചടങ്ങ് നമ്മളുടെ കുടുംബ ട്രസ്റ്റ് കുന്തശ്ശേരി ആളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ഉണ്ട്. ഇന്നിവിടെ അനുസ്മരണ പരിപാടി നടത്തുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ മാത്രം വന്നിട്ടുള്ളൂ. മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, അത് കുഴപ്പമില്ല, തികയില്ല. എത്ര പറഞ്ഞാലും നമുക്ക് തികയില്ല. ചിലപ്പോ നമുക്ക് പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയണം. സജിത്ത് ഒരു നാടൻ പാട്ട് കലാകാരൻ കൂടിയാട്ടോ. സജിത്ത് ഒരുപാട് വേദികളിൽ നാടൻ പാട്ടുമായിട്ടൊക്കെ പോകുന്നുണ്ട്. സജിത്തെ, ഈ നാടൻ പാട്ടിലേക്കുള്ള ഇഷ്ടമൊക്കെ വന്നത് എങ്ങനെ? മാമൻ വഴിയല്ലേ? മാമൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? മാമൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നോ നാടൻ പാട്ട് പാടാനൊക്കെ? തീർച്ചയായിട്ടും. കാരണം മാമൻ പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ പാട്ട് പാടുന്ന ആൾ തന്നെ, എല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾ ഓരോ പരിപാടി ഉണ്ടായാലും, ഇതിപ്പോൾ ചാലക്കുടി പള്ളിയിൽ പെരുന്നാളായാലും, ഇവിടെ അമ്പലത്തിൽ ഉത്സവമായാലും, ഇപ്പോൾ ഓണം വന്നാലും, വിഷു വന്നാലും, ക്രിസ്മസ് ഒക്കെ വന്നാലും ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടാറുണ്ട്. ഒത്തൊരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാവരും പാട്ട് പാടും. അത് ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു രാത്രി ഒരു 9 നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിന് വരെ നിന്ന് പാട്ട് പാടാറുണ്ട്. അത് നമ്മൾ നമ്മുടെ ഒരു മദ്ദളം അങ്ങനെയൊക്കെ പോലുള്ള ഒരു ചെണ്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും പാട്ട് പാടും. ആ പാട്ട് പാടുന്ന സമയത്ത് മണിമാൻ കൂടുതൽ പറയാറ് നാടൻ പാട്ട് കൂടുതൽ പാടാനാണ് പറയാറ്. അപ്പോൾ നമുക്ക് പാടാൻ വേണ്ടി എന്തെങ്കിലും പിച്ചിനോ കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് പാടേണ്ടതെന്ന്. അത് പിന്നെ ആള് നമ്മളെ മാറി നിന്ന് വീക്ഷിക്കും എങ്ങനെയൊക്കെ പാട്ട് പാടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആളത്രയും കഷ്ടപ്പെട്ട് ഈ കലയോട് അത്രയും കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു ആളല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പിന്നെ മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ജനങ്ങൾ ഓരോ ദിവസം എത്ര ദിവസങ്ങൾ ഓരോ ദിവസം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പാടി കാണാനായാലും ആളുടെ വായനശാല കാണാനൊക്കെ ആയാലും. വേറെ മത്സരം പോയെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഒരു ഇങ്ങനെ ആളുകളുടെ ഒരു പ്രവാഹം ഉണ്ടല്ലേ? ഇപ്പോഴും വരുന്നുണ്ട് ഒരുപാട് പേർ. അദ്ദേഹത്തിന്റെ ആ പാടിയും അദ്ദേഹത്തിന്റെ ആ സ്മൃതി മണ്ഡപമൊക്കെ കാണാനായി ഒരുപാട് പേർ ഇപ്പോഴും വരുന്നുണ്ട്. സഹിത്തെ, പിന്നെ ഒരുപാട് പേരെന്ന് വെച്ചാൽ, അതായത് ചാലക്കുടി വഴി ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ
അത് കാസർഗോഡുള്ള ആളുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകണം, തിരുവനന്തപുരത്തുള്ള ആൾ കാസർഗോഡ് അല്ലെങ്കിൽ മറ്റു വഴികളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ചാലക്കുടിയിൽ വന്ന് കയറി അദ്ദേഹത്തിനെ കണ്ടിട്ട് പോകുള്ളൂ. പലർക്കും പല വികാരങ്ങളാണ് മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു മകൻ അമ്മ മരിച്ചിട്ട് ഇവിടെ പാടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മ മരിച്ച് സ്വർഗത്തിൽ പോയി, എൻ്റെ മണിച്ചേട്ടൻ അവിടെ ഉണ്ടല്ലോ എൻ്റെ അമ്മേനെ നോക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മണിമാന ആളുകൾ കാണുന്നത് എങ്ങനെയാണെന്നാണ്, പലരും പല വിധത്തിലാണ്. അത്രയ്ക്കും ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയ പല സ്ഥലത്തും പലപ്പോഴും പലരും, ഒരു ചേച്ചി വന്ന് ആളുടെ ചോരെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലിലൊന്ന് വീണെന്നുള്ള, അയ്യോ ഞാൻ പറഞ്ഞു കാലിൽ പിടിക്കില്ലേ, അത് ഒരിക്കലും, കാരണം നമ്മളൊക്കെ മുതിർന്ന ഒരാളായിരുന്നു. കാരണം അങ്ങനെയാണ് ആളുടെ ചോര എന്ന് പറയുമ്പോൾ ഓരോരുത്തരും നമ്മളെ കാണുന്ന ആ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനായിട്ട് ജനിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മണിമാവിന് സങ്കടപ്പെടുന്നത് ഇഷ്ടമല്ല എൽദോപ്പ, അത് അറിയില്ല. ഞാൻ പലപ്പോഴും പല പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു മരണം കേരളത്തിൽ അങ്ങോളം ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡുകളായാലും ഇപ്പോൾ ഇവിടെ ആയാലും ഒരു ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ എൽദോപ്പ അത്? കാരണം ആളത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതെ അതെ, ഉറപ്പായിട്ടും മരണം വരെ ഒരു ആഘോഷത്തിലേക്ക് സജിത്ത് എന്താണ് നമ്മൾ മറ്റു രീതിയിൽ പറഞ്ഞതല്ല കേട്ടോ അത്. വരാം. സജിത്തിന് ഇത് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം പ്രേക്ഷകരെ ഒരുപാട് ഏത് അവിടെ രീതിയില് പരിപാടികളുണ്ട്. ഓർമ്മ ദിനമാണ്, അതിന്റേതായിട്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ സജിത്തിലേക്ക് മടങ്ങി വെത്താം. ഞാൻ ഇപ്പൊ എന്നോടൊപ്പം ഈ തിരുവനന്തപുരം ദൃശ്യവേദിയിലെ സംഘാംഗങ്ങളുണ്ട്. സജിത്ത്, ഞങ്ങളിങ്ങനെ രാവിലെ മണിച്ചേട്ട പാട്ടുകളൊക്കെയാണ് നിൽക്കുമായിരുന്നു. സജിത്ത് ഒരു 10 നിമിഷം വെയിറ്റ് ചെയ്യുക. ഞാൻ സജിത്തിന് ഉറപ്പായിട്ടും 8 മണിക്കുള്ളിൽ വിടുകയും ചെയ്യാം. അപ്പൊ ഞാൻ വീണ്ടും